ഒരു ദിവസം മീനല്ലെങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല കിടിലൻ കത്തിരിക്ക ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ ഇവിടേക്ക് തന്നെ പോവാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളിയുടെ ചുള ഇട്ട് എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ട്. 1 ടീസ്പൂണ് പെരിഞ്ജീരകമില്ലേ, ചെറിയ ജീരകമല്ല പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ 1 ടീസ്പൂണോളം മുഴുവൻ കുരുമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമേ. വളരെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, കൂടിപ്പോകരുത്, കുറച്ച് മതി കേട്ടോ. ഇനി നമുക്ക് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പം ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിന് പകരം ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിന് നന്നായിട്ടിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോ വെച്ച് കൊടുക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് കത്തിരിക്കയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമേ. ഞാനിപ്പം ഇതേപോലെ ചെറിയ വരകളുള്ള കത്തിരിക്ക ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. വട്ടത്തിലോ നീളത്തിലോ അരിയാൻ ഞാനിപ്പം വട്ടത്തിലാണ് അരിഞ്ഞേക്കുന്നത്. ചെറിയ ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനേ. എന്നിട്ട് നമുക്ക് മസാല ഫുള്ള് ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. നന്നായിട്ടെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് നല്ലൊരു കോട്ടിങ് തന്നെ കൊടുക്കണേ. ഭയങ്കരമായിട്ട് ഓവർ തിക്കായി പോരുത്, എങ്കിലും മുരിഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനത്തെ ഇത് ഫുള്ള് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കത്തിരിക്ക പറയാൻ മറന്നുപോയി, കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം, കറ പോകണം, അതിന് വേണ്ടിയിട്ടാണേ. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വില കൂടുതലാണ്, പക്ഷേ ഈ ഒരു റെസിപ്പിയൊക്കെ ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. അങ്ങനത്തെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള കത്തിരിക്ക ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാമേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ചോറ് കൊടുത്തു വിടാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ പ്രത്യേകം വാഴയില വാട്ടി അതിലൊന്ന് പൊതിഞ്ഞു കൊടുത്തു വിട്ടാൽ നല്ലതാണ്. അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ നേരത്ത് ഇതെല്ലാം കൂടി കുഴഞ്ഞ് വല്ലാണ്ടായി പോവേ. അങ്ങനെ ഒരു വശം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പം നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. നമ്മൾ കത്തിരിക്ക ഇട്ട ഉടനെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് സിമ്മാക്കി കൊടുക്കണം. ചെറിയ തീയിൽ കിടന്ന് വേണം ഇതൊന്ന് മൊരിഞ്ഞ് വരാൻ, അല്ലെങ്കിൽ അരിപ്പ് അങ്ങ് കരിഞ്ഞും പോകും, കത്തിരിക്ക ഒരുമാതിരി കുഴഞ്ഞ് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ട് തിരിച്ചും മറിച്ചും നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കണേ. എൻ്റെ ഈ ചാനലിലുള്ള കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതേ തിരിച്ചും മറിച്ചും മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് നല്ല കുശാലായിട്ട് ചോറ് കഴിക്കാമേ. അപ്പം നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാറായിട്ട് വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.